അപ്പോൾ വെറും 30 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാം. ഹായ് ഓൾ, വെൽക്കം ടു CC ഇംഗ്ലീഷ് അപ്പ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് വീഡിയോയിൽ പോസിറ്റീവ് കമാൻഡ്സ്, നെഗറ്റീവ് കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ് എങ്ങനെ ഫോം ചെയ്യാം എന്നും വളരെ ഈസി ആയി പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി വീഡിയോ. നമ്മളിവിടെ എങ്ങനെയാണ് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നാണ് പഠിക്കുക. അപ്പോൾ വെറും 30 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാമറിന്റെ ടെൻസിന്റെ ബേസ് ഫോം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ആ ഒരു ടെൻസിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഓടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഓടാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ജസ്റ്റ് ഞാൻ, നമുക്കറിയാം എന്താണ്, ആരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെന്റൻസിൽ പറയുന്നത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറയാ. സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരു സെന്റൻസ് സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസിൽ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ആരാണ് അവിടെ ആ ഒരു ആക്ഷൻ ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ആരാണെന്ന് നോക്കുക, അതിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഓടാറുണ്ട്. സോ ഹൂസ് ഡൂയിങ് ദി ആക്ഷൻ? ആരാണ്? ഞാൻ, അല്ലേ? ഇംഗ്ലീഷിൽ നമുക്ക് ഐ എന്ന് പറയാം, അല്ലേ? ഐ. ഇനി ഓടാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഓടാറുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നതെന്ന്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓടാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, ഞാൻ പത്രം വായിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അതല്ല, ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോക്കിയേ. ഞാൻ എല്ലാ ആഴ്ചയും ബിരിയാണി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ഞാൻ ട്രിപ്പ് പോവാറുണ്ട്, ആഴ്ചയിൽ 2 തവണ ഞാൻ എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴൊക്കെയോ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. അത് മാത്രമല്ല, നാച്ചുറൽ ട്രൂത്ത്സ്, അതായത് പ്രകൃതി സത്യങ്ങൾ. ഇപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, അല്ലെങ്കിൽ ഐസ് ചൂടാക്കിയാൽ അത് വെള്ളമാകുന്നു. ഓക്കെ, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കാറുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ട്രൂത്ത്, ജനറൽ ആക്ഷൻസ്, ഇവയൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻസിൽ തന്നെ എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓടാറുണ്ട്, ഐ, അല്ലേ? ഓടാറുണ്ട്. ഇവിടെ ഈ ഒരു സബ്ജക്റ്റിന് ശേഷം നമ്മൾ ആദ്യം എന്ത് വേണം? വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് എഴുതേണ്ടത്. വേർബിന്റെ ഫസ്റ്റ് ഫോം, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും വരിക. ഈ ഒരു ഫോമാറ്റിലാണ് ഏതൊരു സെന്റൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓടാറുണ്ട്. ഓക്കെ, ഫൈൻ, ഞാൻ ഓടാറുണ്ട്. ഈ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ആ ഒരു വേർബിന്റെ ഫസ്റ്റ് ഫോം ഇവിടെ ഓടുക എന്നുള്ളതാണ്. ഓടുക എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? റൺ, അല്ലേ? റൺ തന്നെയാണ് റണ്ണിന്റെ ബേസിക് ഫോം. റൺ. ഒരു വേർബിന് 3 ഫോംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിൽ ബേസിക് ഫോം ആണ് ഇവിടെ ഉപയോഗിക്കുക, വേർബിന്റെ ഫസ്റ്റ് ഫോം. സോ ഐ റൺ, ഞാൻ ഓടാറുണ്ട്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അവിടെ വേറെ ഒന്നും വേണ്ട. ഐ റൺ, ഞാൻ ഓടാറുണ്ട്. ഇനി ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, അതെങ്ങനെ പറയാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഞാൻ എന്താണ്? ഐ തന്നെയാണല്ലേ? അപ്പൊ ഇവിടെ പ്രവൃത്തി എന്താണ്? സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ഷൻ, അല്ലേ? സംസാരിക്കുക എന്നെങ്ങനെ പറയാ? സ്പീക്ക് ആണ്. ഓക്കെ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. അതിന്റെ ഫസ്റ്റ് ഫോം എന്താണ്? സ്പീക്ക് ആണ്. ആ ബേസ് ഫോം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. ഐ സ്പീക്ക്. ഓക്കെ, ഞാൻ സംസാരിക്കാറുണ്ട്. എന്ത്? ഇംഗ്ലീഷ് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ടു യൂസ് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്, അല്ലേ? ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നിങ്ങനെ പറയാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് എവ്രി ഡേ. ഓക്കെ, ഇനി ഞാൻ പാട്ട് പാടാറുണ്ട് എന്നിങ്ങനെ പറയാ. ഞാൻ പാട്ട് പാടാറുണ്ട് എന്നിങ്ങനെ പറയാ. ട്രൈ ചെയ്ത് നോക്കിയേ. ഞാൻ എന്താണ്? ഐ, അല്ലേ? പാട്ട് പാടാറുണ്ട്. ആക്ഷൻ എന്താ? പാടുക എന്നുള്ളതാണ്. സോ സിങ് എന്ന് പറയാം. ഐ സിങ്. പാട്ട് എന്നെങ്ങനെ പറയാ? സോങ്. ഐ സിങ്. ഇനി പാട്ടുകൾ എന്നുണ്ടെങ്കിൽ സോങ്സ് എന്ന് വരാം. ഓക്കെ, ഇനി ഞാൻ അവളെ വിളിക്കാറുണ്ട് എന്നെങ്ങനെയായിരിക്കും പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ.
ഞാൻ അവളെ വിളിക്കാറുണ്ട് എന്നെങ്ങനെയാണ് പറയാന്നുള്ളത് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കിയേ. അപ്പോൾ ഐ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഞാൻ, ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഇനി നീ വെച്ചിട്ട് ഇനി നീ എന്നെങ്ങനെ പറയാൻ നമുക്ക് നോക്കാം. നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. നീ എന്ന് നമുക്കറിയാം യു, നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നെങ്ങനെ പറയാ? യു എന്നാണ്. ഓക്കെ, യു. ഓക്കെ, യു. ഇനി നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? നീ ഇംഗ്ലീഷ് ഈ യു പറയുമ്പോൾ പലരുടെയും വിചാരം യുവിൻ്റെ കൂടെ ഒരു ആർ ഓൾറെഡി ഉണ്ട് എന്നാണ്. അങ്ങനെയില്ല, യു ആർ വേണ്ട, അവിടെ യു മാത്രം മതി. യു, നീ ഇംഗ്ലീഷ്, യു. ഓക്കെ, നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആക്ഷൻ എന്താ? സംസാരിക്കുക. സോ യു സ്പീക്ക്. യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നെങ്ങനെ പറയും? ഇംഗ്ലീഷ് അല്ലേ? യു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ എല്ലാ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. യു സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. ഓക്കെ, എല്ലാ ദിവസവും നീ പത്രം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു സെന്റൻസിന്റെ അവസാന ഭാഗത്തേക്ക് ടൈം കൊണ്ടുവരിക. അതാണ് ഏറ്റവും ബെറ്റർ. ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ഭാഗത്ത് വേണം ടൈം മെൻഷൻ ചെയ്യാൻ. അതാണ് ഒരു ഭംഗി ഉണ്ടാവുക. സോ എല്ലാ ദിവസവും എന്നുള്ളത് നമുക്ക് അവസാനത്തേക്ക് കൊണ്ടു. നീ പത്രം വായിക്കാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് ആരാ? നീ തന്നെയാണ് അല്ലേ, യു. ഇനി പത്രം വായിക്കുക, വായിക്കുക. ഓക്കെ, യു റീഡ്. യു റീഡ് എന്താണ്? ന്യൂസ് പേപ്പർ. യു റീഡ് ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും അല്ലേ. യു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. ക്ലിയർ ആണോ? ടൈം ആയതുകൊണ്ട് അവസാനത്തേക്ക് വെച്ചു. യു റീഡ്, നീ വായിക്കാറുണ്ട്. യു റീഡ് ന്യൂസ് പേപ്പർ, നീ പത്രം വായിക്കാറുണ്ട്. എവറി ഡേ, എല്ലാ ദിവസവും നീ പത്രം വായിക്കാറുണ്ട്. ഇനി അവർ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ട്രാവൽ. ഓക്കെ, അവർ എന്താണ്? അവർ മീൻസ് ദേ. ഓക്കെ, ദേ. അവർ യാത്ര ചെയ്യാറുണ്ട്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം ദേ ട്രാവൽ. ദേ ട്രാവൽ മീൻസ് അവർ യാത്ര ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അവർ വൈകിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവർ വൈകിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. മോർണിംഗ് ആണെങ്കിൽ ഇൻ ദ മോർണിംഗ്, ആഫ്റ്റർനൂൺ ഇൻ ദ ആഫ്റ്റർനൂൺ, ഈവനിങ് ഇൻ ദ ഈവനിങ്, നൈറ്റ് ആണെങ്കിലോ അറ്റ് നൈറ്റ് അറ്റ് നൂൺ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നൈറ്റിനും നൂണിനും നമ്മൾ എന്താ ഉപയോഗിക്കുക? അറ്റാണ് ഉപയോഗിക്കുക. ഇനി വൈകിട്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വൈകിട്ട് എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇൻ ദ ഈവനിങ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ. ഓക്കെ, ക്ലിയർ അല്ലേ? നൈറ്റിനും നൂണിനും മാത്രമാണ് അറ്റ് ഉപയോഗിക്കുക. ആൻഡ് അറ്റ് എവിടെ വരും? കൃത്യസമയം പറയുമ്പോൾ അറ്റ് 9 o'clock. അറ്റ് 9 o'clock. ഐ കോൾ ഹിം അറ്റ് 9 o'clock. ഞാൻ അവനെ 9 മണിക്ക് വിളിക്കാറുണ്ട്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഒരു കൃത്യസമയം പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കാം. അത് കൂടാതെ നൈറ്റ് ആൻഡ് നൂൺ അറ്റ് ഉപയോഗിക്കുക. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഒക്കെ ഇന്നാണ് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഐ, യു, ദേ ചെയ്തു അല്ലേ? ഏതൊക്കെയാണ്? ഐ, യു, ദേ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ. ഓക്കെ, ഇനി നമുക്ക് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നെങ്ങനെ പറയാൻ നോക്കാം. അവിടെ ഞങ്ങൾ വിളിക്കാറുണ്ട് എങ്ങനെ പറയാ? വി എന്നാണ് കേട്ടോ. ഞങ്ങൾ വിളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ? ഞങ്ങൾ മീൻസ് വി. വിളിക്കാറുണ്ട്, വാട്ട് ഇസ് ദ ആക്ഷൻ? വിളിക്കുക, കോൾ. ഓക്കെ, വി കോൾ, ഞങ്ങൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഞങ്ങൾ പരസ്പരം വിളിക്കാറുണ്ട്, വി കോൾ ഈച്ച് അതർ. ക്ലിയർ? ഇനി ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കാണാറുണ്ട്. കാണുക, സീ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഞങ്ങളാണ്. സോ മീറ്റ് അല്ലേ കുറച്ചുകൂടി ഭംഗി. അതായത് രണ്ടാളുകളാണെങ്കിൽ നമുക്ക് അവിടെ മീറ്റ് ആണ് പറയാം. ഓക്കെ, സോ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കാണാറുണ്ട് എന്നെങ്ങനെ പറയാം? ഞങ്ങൾ. സോ വി. ഓക്കെ, ആഴ്ചയിൽ ഒരിക്കൽ ടൈം ആണല്ലേ, എപ്പോഴാണ് എന്നുള്ളതിന്റെ ആൻസർ ആണ് ആഴ്ചയിൽ ഒരിക്കൽ. സോ കാണാറുണ്ട്, കാണുക, മീറ്റ്. വി മീറ്റ്. വി മീറ്റ് എപ്പോഴൊക്കെയാണ്? ആഴ്ചയിൽ ഒരിക്കൽ. ഒരിക്കൽ എന്നെങ്ങനെ പറയും? വൺസ്. 2 തവണ ട്വൈസ്. 3 തവണ ത്രൈസ്. 4 തവണ 4 times 5 times എന്നൊക്കെ പറയാം കേട്ടോ. സോ ഇവിടെ വി മീറ്റ് വൺസ്,
എ വീക്ക്. വൺസ് എ വീക്ക്. ഓക്കെ, ഞങ്ങൾ വി മീറ്റ് വൺസ് എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എന്നും പറയാം. ഇനി ടോമും ജെറിയും കളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അയ്യു ദേവി ക്ലിയർ ആണ്. അയ്യു ദേവി. അപ്പൊ അയ്യു ദേവി ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയാൻ ആ ഒരു സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച കാര്യം. ഇനി അയ്യു ദേവി മാത്രമല്ല, പ്ലൂറൽ നൗൺസ് വരുമ്പോഴും സെയിം കാര്യം തന്നെയാണെന്ന് പഠിക്കാൻ പോവാണ് നമ്മൾ. ടോമും ജെറിയും കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ? ടോമും ജെറിയും കളിക്കാറുണ്ട്. ടോമും ജെറിയും എന്നെങ്ങനെ പറയും? ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി കളിക്കാറുണ്ട്. പ്ലേ. ടോം ആൻഡ് ജെറി പ്ലേ. ഓക്കെ, ടോം ആൻഡ് ജെറി പ്ലേ. കുട്ടികൾ കരയാറുണ്ട്. കുട്ടികൾ ചിൽഡ്രൻ, കിഡ്സ്, ബേബീസ് എന്നൊക്കെ വരും. ഓക്കെ, സോ കുട്ടികൾ ചിൽഡ്രൻ കരയാറുണ്ട്. കരയുക ക്രൈ. പലരോടും ഉണ്ടല്ലോ, പല കുട്ടികളോടും നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഒരു യൂസ്ഡ് ടു ഒക്കെ ഉപയോഗിക്കും. ഒരിക്കലും ഉപയോഗിക്കരുത്. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുക. ഇപ്പോൾ ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടി പാസ്റ്റ് ഹാബിറ്റ് അല്ല, പ്രസന്റ് ഹാബിറ്റ് പറയാൻ നമ്മൾ ഒരിക്കലും ഒന്നും യൂസ് ചെയ്യേണ്ട. ആ ഒരു സബ്ജക്റ്റ് അതിനുശേഷം വേർബ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. അധ്യാപകർ സംസാരിക്കാറുണ്ട്. അധ്യാപകർ എന്താണ്? ടീച്ചേഴ്സ്. സംസാരിക്കാറുണ്ട് എന്താ പറയാ? അധ്യാപകർ സംസാരിക്കാറുണ്ട് എന്നെങ്ങനെ പറയാമെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പൊ 3 കമന്റ്സ് നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ട്രൈ ചെയ്യുക. ക്ലാസ് കേട്ടതിന് ശേഷം ട്രൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. എത്ര പേര് ശരിയാക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നമ്മളിപ്പോൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ, അതായത് ഐ യു ദേവി അല്ലെങ്കിൽ പ്ലൂറൽ നൗൺസ് വരുമ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയാൻ നമ്മൾ പഠിച്ചു അല്ലേ? ആ ഒരു സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇങ്ങനെ ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഒരു പേഴ്സണൽ ട്രെയിനറുടെ കൂടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.